ആയിഷയുടെ സഹോദരിയാണ് വരുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആയിഷയുടെ സഹോദരിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു മരണം. ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും 50 മീറ്റർ മാറിയാണ് ആയിഷയുടെ വീട്. ഈ അപകടത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള വീടും ആയിഷയുടേതാണ്. ഒരു 100 മീറ്റർ 200 മീറ്റർ സഞ്ചരിച്ചാൽ അവർക്ക് വീട്ടിലെത്താമായിരുന്നു. അതിന് തൊട്ട് മുമ്പാണ്, മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ അപകടമുണ്ടായത്. ദാരുണമായി മരിക്കുന്നതും. ജനാസയുടെ അടുത്ത് ബന്ധുക്കളില്ലാത്തവർ മാറി നിൽക്കണം. എല്ലാവരും പള്ളിയിലേക്ക് നടക്കും. ജനാസ എടുക്കുകയാണ്. ആ വഴിയിൽ ആളുകളൊക്കെ മാറി നിൽക്കുക. നേരെ നടന്നാലും ജനാസ എടുക്കുകയാണ്. ഇനിയോടെ നിൽക്കേണ്ടതില്ല. പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് നടക്കണം. എല്ലാവരും നമ്മുടെ ബഹുമാനങ്ങളുടെ ജനാസ ഇവരൊക്കെ പള്ളിയിലേക്ക് എത്തുകയാണ്. സ്വഭാവവും ക്ഷമ നൽകട്ടെ. കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാഹത അനുഗ്രഹീയമായ വിധിയാണ്. എല്ലാവരും ക്ഷമിക്കുക. കുടുംബങ്ങൾ നാട്ടുകാരൊക്കെ ക്ഷമിക്കുക. ജനാസയോട് എടുക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. ലക്ഷ്മി പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയാണ്. ആയിഷയും ഹൃദയും നിതയും ഇർഫാനയുമെല്ലാം അവരുടെ അന്ത്യയാത്രയാണ്.
മതപരമായ ചടങ്ങുകൾക്ക് ശേഷം 11-ഓടുകൂടി തന്നെ ഖബറടക്കം നടക്കും എന്നുള്ളതാണ്. 12 മണിക്കകം തന്നെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കും. വെള്ളിയാഴ്ച നമസ്കാരത്തിന് മുമ്പ് തന്നെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഇവിടെയും പള്ളിയിലും നമുക്ക് നിരവധി ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പള്ളിയിലേക്ക് മയ്യത്ത് നമസ്കാരത്തിനായി 4 പേരുടെയും മൃതദേഹം പള്ളിക്കകത്തേക്ക് കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാക്കിയ മരണം അവരുടെ അന്ത്യയാത്രയാണ്. അവർക്കുള്ള യാത്രാമൊഴിയാണ് ഈ നാട് രേഖപ്പെടുത്തുന്നത്. ഇനി മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഖബറടക്കം. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ഉണ്ടായ അപകടം ഒരു നാടിനൊന്നാകെ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് അവിടെ 8ാം ക്ലാസ് പരീക്ഷ എഴുതി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആത്മസുഹൃത്തുക്കളായ 4 പേരാണ് ഇന്നലെ ഉണ്ടായ ലോറി അപകടത്തിൽ പെട്ട് ലോറി ഇവരുടെ ശരീരത്തിലേക്ക് വീണ് അതിനടിയിൽപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾ മരിച്ചത്. നാടൊന്നാകെ ഞെട്ടിപ്പോയ ഈ ദുരന്തത്തിൽ, വിറച്ചുപോയ ഈ ദുരന്തത്തിൽ അവരെല്ലാം അത്രയേറെ ദുഃഖത്തിലാണ്. നമുക്കിവിടുത്തെ രാവിലെ മുതൽ തന്നെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വലിയ തോതിലുള്ള ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാമായിരുന്നു. നാടിൻ്റെ ദുഃഖം, പ്രതിഷേധം, രോഷം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് പുലർച്ചെ തന്നെ 5:30 തന്നെ അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന് 6 മണിയോടുകൂടി വീടുകളിലെത്തിച്ചു. വീടുകളിലും വളരെ ദുഃഖഭരിതമായ വികാരനിർഭരമായ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. അവരുടെ അച്ഛനും അമ്മയും ഉറ്റബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അയൽവാസികളും അങ്ങനെ വേണ്ട അവരുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, അധ്യാപകർ, വിവിധ മേഖലകളിൽ നിന്നെത്തിയ ആളുകൾ അവരെല്ലാം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. രാവിലെ 8 മണി മുതൽ തന്നെ അവിടെ പൊതുദർശനത്തിന് നീണ്ട നിര തന്നെ കണ്ടിരുന്നു. 100 കണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഓഡിറ്റോറിയത്തിന് ചുറ്റും ഒരു വലയം പോലെ ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. 10 മണി വരെയും കൃത്യമായ അവിടുത്തെ വളണ്ടിയർമാരുടെയും പോലീസിൻ്റെയും എല്ലാം ഇടപെടൽ കൊണ്ടാണ് അത്രയും കൃത്യസമയത്ത് തന്നെ 10 മണിക്ക് തന്നെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതല്ല എങ്കിൽ ഇനിയും നീളുമായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് മുമ്പ് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ്, MLA മാർ, അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, K ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ, സുമോദ് എന്നിവരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാട് മുഴുവൻ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആ വേദനയിൽ പങ്കെടുത്തു. നമ്മൾ അവരുടെ സഹപാഠികളെല്ലാം ഇന്ന് അവരോടൊപ്പം പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ്. അവരുടെ മരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. പലരും പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ചിലർ അവിടെ വിതുമ്പലോടുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അധ്യാപകരും എല്ലാവരും അത്രയേറെ പ്രിയപ്പെട്ട കുട്ടികളാണ്. രാവിലെ നമ്മളോട് സംസാരിച്ച ആ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അവരുടെ കാഴ്ചകളിൽ ഈ കുട്ടികൾ ഒരുമിച്ചാണ്, ഒറ്റയ്ക്ക് കുട്ടികൾ പോകുന്നത് ഒരിക്കലും അവർ കണ്ടിരുന്നില്ല. ഈ കാഴ്ചയും ഈ നാട്ടുകാർക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവർ ഒരുമിച്ചാണ് അന്ത്യയാത്ര. അവരൊരുമിച്ചാണ് തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലെ മയ്യത്ത് നമസ്കാരത്തിനായി പള്ളിക്കകത്തേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഇവിടെ ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്യും. ഇന്നലെ ഉണ്ടായ ഈ സംഭവം വലിയ ഞെട്ടലും പ്രതിഷേധവും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോഡിൻ്റെ അവസ്ഥ തന്നെയാണ്. അശാസ്ത്രീയമായ നിർമ്മാണം, അതോടൊപ്പം തന്നെ അമിത വേഗത്തിലെത്തിയ ലോറി, ഇത് രണ്ടും ഈ അപകടത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ അതിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ തെരുവിലിറങ്ങി. അതിന് പരിഹാരമായി ഇന്ന് ഖബറടക്കം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് കലക്ട്രേറ്റിൽ മന്ത്രിമാരും ഇവിടുത്തെ തദ്ദേശീയരുമെല്ലാം പങ്കെടുക്കുന്ന ഒരു ചർച്ചയുണ്ടാകും. അതിൽ നാട്ടുകാർ പറയുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണോ പോംവഴി അതുണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ഒരുപാട് കാലമായി ആവശ്യപ്പെട്ടതാണ്. അതുണ്ടാകണമെന്നാണ് അവർ പറയുന്നത്. അതുണ്ടായില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം നമുക്ക് ഇവിടെ കാണേണ്ടി വരും.
എന്തായാലും സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്, എന്താണോ പ്രശ്നം അത് പരിഹരിക്കാനുള്ള നടപടികളുണ്ടാകും. ഇനി ഒരു അമാന്തം, ഒരു വൈകൽ ഉണ്ടാകില്ല എന്നതാണ് ഇന്ന് എല്ലാവരും സംസാരിച്ചത്. അങ്ങനെയാണ് ഇന്നലത്തെ സമരം പോലും അവസാനിപ്പിച്ചത്. ഇന്ന് ഈ പൊതുദർശനം തുടങ്ങുന്ന സമയത്ത് തന്നെ വീടുകളിലേക്ക് ഇവരുടെ മൃതദേഹം എത്തിച്ച സമയത്ത് തന്നെ നൂറുകണക്കിന് ആളുകൾ ഓരോ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പലരും വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നാട്ടിൽ ഒരു സംരംഭം തുടങ്ങി അവിടെ മക്കളോടൊപ്പം എല്ലാം കഴിയാമെന്ന് കരുതിയ ആളുകളുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ആളുകളുണ്ട്. നാട്ടിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു ഈ മക്കൾ പഠിച്ച് വളർന്ന് അവരുടെ പ്രതീക്ഷകൾ പൂവണിയും അവരുടെ പ്രതിസന്ധികൾ മറികടക്കുമെന്നെല്ലാം സ്വപ്നം കണ്ടു നടന്ന രക്ഷിതാക്കളുടെ മുന്നിലേക്കാണ് ഈ കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരവുമായി ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും 4 മൃതദേഹങ്ങൾ വലിയ ദൂരമില്ലാതെ 200 മീറ്റർ ചുറ്റളവിൽ 4 വീടുകൾ മരണ വീടുകളായി മാറിയത്. അതിൽ ഇർഫാന, നാട്ടുകാർക്ക് ആ സങ്കടം അവർ ഓരോരുത്തരെയും കാണുമ്പോൾ എടുത്തെടുത്ത് പറയുന്നതാണ്. ഒരുപക്ഷെ അവർ ആശുപത്രിയിൽ പോകേണ്ട കുട്ടി ആ സുഹൃത്തുക്കളോടുള്ള ആത്മബന്ധം കാരണം ഒരുമിച്ച് നടക്കാൻ അവരുടെ സ്കൂളിലേക്കുള്ള വരവും സ്കൂളിലേക്കുള്ള പോക്കുമെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് സ്കൂളിലേക്ക് ഒരുമിച്ച് പോകുമ്പോഴാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അവരുടെ ഉമ്മ, ഈ ഇർഫാനയുടെ ഉമ്മ ആ അപകടം നേരിൽ കണ്ടു. ആ കുഞ്ഞ് അവസാനമായി അമ്മയെ ഒറ്റനോട്ടം കണ്ട് ആ ലോറിക്കടിയിലേക്ക് പറയുന്ന ഒരു കാഴ്ച അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ബോധരഹിതയായി വീണ അമ്മ ഉണരുമ്പോഴെല്ലാം എൻ്റെ മക്കൾ മണ്ണിനടിയിലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അദ്ദേഹം ഇടറി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുദർശനം നടന്ന ഹാളിൽ, കരിമ്പനക്കൽ ഹാളിൽ, അവിടെയും വളരെ വേദനാ നിർഭരമായ കാഴ്ചകളാണ് കണ്ടത്. ഈ നാടിൻ്റെ ഒരു ഗ്രാമമാണ്. ആ നാടിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടന്നിരുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അതാണ് കരിമ്പനക്കൽ ഹാളെന്ന് പറയുന്നത്. അവിടുത്തെ വിവാഹങ്ങൾക്കും അവിടുത്തെ മറ്റ് സൽക്കാരങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നൊരു വേദി. ആ വേദിയിലാണ് അതിലെല്ലാം സന്തോഷത്തോടു കൂടി പങ്കെടുത്തിരുന്ന കുട്ടികൾ ചേതനയേറ്റ് അവിടെ കിടന്നിരുന്ന കാഴ്ച ആരുടെയും നെഞ്ചുലയ്ക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ മയ്യത്ത് നമസ്കാരം ആരംഭിച്ചു. ഇതിന് ശേഷമായിരിക്കും ഖബറടക്കം. ഇവിടെ നിന്നും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം, മയ്യത്ത് നമസ്കാരത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ ഈ 4 പേരെയും അവർ ഒരുമിച്ച് കളിച്ച് വളർന്നതുപോലെ, ഒരുമിച്ച് പഠിച്ചതുപോലെ, ഒരുമിച്ച് യാത്ര ചെയ്തതുപോലെ അവരുടെ അന്ത്യയാത്രയും ഒരുമിച്ച് തന്നെ ഖബർസ്ഥാനിൽ തൊട്ടടുത്ത് തന്നെ ഖബറടക്കം ചെയ്യും. നമ്മൾ 4 കുട്ടികളുടെയും മൗലിദ് ഒന്നിച്ചാണ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് സ്ഥലം നിങ്ങളെ അറിയിക്കും. കരിമ്പനക്കൽ ഹാൾ ഒഴിവുണ്ടെങ്കിൽ മാനേജർ കിട്ടിയിട്ടില്ല. ആചാര്യ സമ്മതം തന്നിട്ടുണ്ട്. മാനേജറോട് ചോദിച്ചിട്ട് ഒഴിവുണ്ടെങ്കിൽ കരിമ്പനക്കൽ ഹാളിലാവും എല്ലാ കുട്ടികളുടെയും മൗലിദ്. 3-ന്റെ അന്ന് താഴ്ചയത്തിന് കാലത്ത് 9 മണിക്ക് തന്നെ എല്ലാവരും ഈ പള്ളി കോമ്പൗണ്ടിൽ വന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ വീട്ടുകാർക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി അനുശോചിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ സ്വന്തം നിലക്കും ഈ വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ എല്ലാവരെയും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു പൊൻവിരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ബാക്കിയുള്ള മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും സഹായികൾക്കും അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് ചെയ്യട്ടെ. പെടുതലയുള്ള ഒക്കെ കാത്തു തരണേ റബ്ബേ. എല്ലാ ബലാഗും മുസീബത്തും ഞങ്ങളെയും ആ കുടുംബത്തെയും രക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാ അമ്പിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ കൂടെ നിൽക്കണേ റബ്ബേ. ആ വീട്ടുകാർക്ക്
മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ, മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഈ പിഞ്ചു മക്കളുടെ ഈ മക്കളുടെ മാതാപിതാക്കൾ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനസ്സ് കൊടുക്കണേ പടച്ചോനെ. ഈ നാടിനെ നീ റാഹത്തിലാക്കണേ റബ്ബേ. വലിയ ദുരന്തങ്ങൾ ഈ ആഴ്ചയിൽ 2 ദുരന്തങ്ങൾ, ഒരു തീപിടുത്ത 4 മക്കളുടെ വിയോഗങ്ങൾ. അല്ലാഹുവേ, അതിനുവേണ്ടി ഈ ഇതിൽ ഭാഗവാക്കായ 2 കുടുംബങ്ങളെയും ഇവരെയും ഒക്കെ നീ ഖൈറിലാക്കണേ പടച്ചോനെ. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ, വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. ക്ഷമ കൊടുക്കണേ പടച്ചോനെ, ക്ഷമ കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ക്ഷമ കൊടുക്കണേ പടച്ചോനെ. ആ വീട്ടുകാരെ 2 വീട്ടിലും ഖൈറിലാക്കണേ പടച്ചോനെ. ഞങ്ങൾക്ക് ഖൈറ് ചെയ്യണേ പടച്ചോനെ. ഈ മക്കളുടെ വിയോഗത്തിൽ പങ്കാളികളായ ജാതി മതഭേദമന്യേ സർവരാലും നേരം വെളുക്കുമ്പോൾ രാത്രിയും ഒക്കെ ഈ തുമ്പനാട് പനയപ്പാടത്ത് നിറഞ്ഞു കവിയുകയായിരുന്നു. ഈ വേദനയിൽ ജാതിയും മതവും ഇല്ലാതെ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് സർവ്വജനങ്ങളും ഈ വേദനയിൽ പങ്കാളികളായി ഈ വീട്ടുകാരെ സമാധാനിപ്പിച്ചു, അനുശോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് വേണ്ടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി, എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മളെ 2 വീട്ടിലും ഖൈറാക്കട്ടെ. കൊടക്കാട് ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഖുത്തബാന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടക്കാട് ബിജു കോയ തങ്ങൾ അവറുകൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. ബഹുമാനപ്പെട്ട SYSന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ലക്കിടി ബിജു കോയ തങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഒരുപാട് സയ്യിദന്മാരും ഉസ്താദുമാരും നേതാക്കളൊക്കെ ഈ സദസ്സ് നടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് പൊടപ്പനക്കൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും നേതാക്കളോടുകൂടെ വന്ന് ആദ്യ നിസ്കാരത്തിന് നേതൃത്വം നൽകി. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും വേദനയിൽ ഈ നാട് തന്നെ എല്ലാവരും ഈ വീട്ടുകാരെ സമാശ്വസിപ്പിക്കാനും വേദനയിൽ പങ്കാളികളാവാൻ എത്തിയിരിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം കൊടുക്കട്ടെ. നിസ്കാരം നേതൃത്വം കൊടുക്കാൻ വേണ്ടി വളരെ വിനയത്തോടെ ആദരവോടെ ബഹുമാനപ്പെട്ട ബിജു കോയ തങ്ങൾ, ജമിയത്തുൽ ഖുത്തബാന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ആവശ്യപ്പെടുകയാണ്, ക്ഷണിക്കുകയാണ്. Allahu Akbar. Allahu Akbar.
عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ഹൈറ്റ് കൂടിയ കുട്ടിനെ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടോ? ആദ്യം എടുക്കില്ല. ഇപ്പം ആദ്യം പോകാൻ പറ്റേണ്ട പള്ളിക്കാട്ടിലേക്ക് വയ്യത്ത് പോയതിന് ശേഷം പോകാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയിലും നൂറുകണക്കിന് ആളുകളാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 11 തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഒരു നാടിനൊന്നാകെ നടുക്കിയ ദുരന്തം, അതിൻ്റെ അന്ത്യയാത്രയാണ് നമ്മൾ കാണുന്നത്. പള്ളിയിൽ മയ്യത്ത് നമസ്കാരവും എല്ലാം കഴിഞ്ഞ് മതപരമായ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ 4 പേരുടെയും കല്ലടിക്കോട് പനയംപാടത്തെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, നിത, റിത, ആയിഷ, 4 സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവർ നാട്ടിൽ തന്നെയാണ്. 200 മീറ്റർ അകലെയുള്ള 200 മീറ്റർ ചുറ്റളവിൽ ഈ 4 പേരുടെയും വീടുകളുണ്ട്. നാട് മുഴുവൻ അവരുടെ വീട്ടുകാരെല്ലാം വളരെ അടുപ്പത്തിൽ കഴിയുന്നു. അത്രയേറെ ബന്ധം ഇവരെല്ലാം തുണയുണ്ട്. പഠിക്കാനും കളിക്കാനും എല്ലാം ഒരുമിച്ചായിരുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അവരുടെ എല്ലാം കാഴ്ചകളിൽ ഈ 4 പേരും ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് പോകുന്ന, ഒരുമിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കാഴ്ചകൾ മാത്രമാണ് അവരുടെ എല്ലാ മനസ്സിൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നത്. ഇനിയും അവരുടെ എല്ലാ ഓർമ്മകളിൽ ഈ യാത്ര തന്നെയായിരിക്കും. 4 പേരും ഒരുമിച്ച് പോകുന്നു. നാടിനെ നടുക്കിയ ദുരന്തം ഇന്നലെ 4 മണിയോടുകൂടിയാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എതിരെ വന്ന പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സിമൻറ്റ് ലോറി മറിഞ്ഞ് ഇവരുടെ ശരീരത്തിലേക്ക് മറിഞ്ഞ് 4 പേരും മരിച്ചത്. ഒരാൾ, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാടൊന്നാകെ വലിയ ഞെട്ടലിലാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ തന്നെ ദുഃഖവും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇങ്ങനൊരു അപകടം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ തെരുവിലിറങ്ങി നിൽക്കുന്ന സാഹചര്യം ഇന്നലെ വൈകുന്നേരം നമ്മൾ കല്ലടിക്കോട് പനയംപാടത്ത് കണ്ടതാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 5:30 തന്നെ 4 പേരുടെയും മൃതദേഹം അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും കൊണ്ടുവന്ന് 6 മണിയോടുകൂടി വീടുകളിലെത്തിച്ചു. വീടുകളിലെ കാഴ്ചകളെല്ലാം അത്രയേറെ വേദനാജനകമായ, വികാരനിർഭരമായ കാഴ്ചകളാണ്. ഈ വേർപാട് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നില്ല ആരും.
വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും അയൽവാസികളും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും ആരും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരുമിച്ച് കാണാം എന്നെല്ലാം പറഞ്ഞ് സ്കൂളിൽ നിന്നും പോന്ന സഹപാഠികളോട് യാത്ര പറഞ്ഞ് പോന്ന കുട്ടികൾ വൈകുന്നേരമായപ്പോൾ ആ കുട്ടികൾ വീടുകളിലെത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മരണവിവരം അറിഞ്ഞതിൻ്റെ ഞെട്ടൽ സഹപാഠികൾക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും എല്ലാം ഉണ്ട്, അധ്യാപകർക്കുണ്ട്. അതോടൊപ്പം തന്നെ നാടൊന്നാകെ നേരത്തെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അധികൃതർ കൃത്യമായി ഇടപെടാത്തത് മൂലം ഒരു നാടിനൊന്നാകെ വലിയ ദുരന്തമുണ്ടാകുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ ഒരു ഡ്രൈവറുടെ അശ്രദ്ധ മൂലം 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടിന് പറയാനുണ്ട്. ഈ കുട്ടികളെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അവരുടെ സൗഹൃദം പോലും ആളുകൾ വളരെ ഇഷ്ടത്തോടു കൂടി നോക്കി നിന്ന സൗഹൃദം. നേരത്തെ രാവിലെ എല്ലാം പറഞ്ഞിരുന്നത് അവരെ സ്കൂളിൽ പോകുമ്പോഴെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ അവരുടെ 5 പേര് സുഹൃത്തുക്കളാണ്. അവരെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ഒരുമിച്ച് യാത്രയായി പോകുക. സ്കൂൾ വിട്ടുവരുന്നതും ഒരുമിച്ചാണ്. അങ്ങനെയെല്ലാം ഒരുമിച്ച് തന്നെ ഒരിക്കൽ പോലും ഒരു ചടങ്ങുകളിൽ, നാട്ടിലെ എന്ത് ചടങ്ങുകളിൽ പങ്കെടുത്താലും ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഈ വേറിട്ട് നിൽക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്, ഖബറടക്കത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ രാവിലെ 8 മണിക്ക് തന്നെ പൊതുദർശനം ആരംഭിച്ചു. 10 മണിയോടുകൂടി പൊതുദർശനം അവസാനിച്ചു. 100 കണക്കിന് ആളുകൾ, ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ മരണമറിഞ്ഞ് ഈ ദുഃഖത്തിൽ പങ്കുചേരാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഇവിടെ എത്തിയിരുന്നു. മന്ത്രിമാരായ MP രാജേഷും K കൃഷ്ണൻകുട്ടിയും MLA-മാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം ഇവിടേക്ക് വന്നിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം 10 മണിയോടുകൂടി തന്നെ കൃത്യമായി ഈ പൊതുദർശനം പൂർത്തിയാക്കി 10-ഓടുകൂടി തന്നെ അവിടെ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ മയ്യത്ത് നമസ്കാരമെല്ലാം കഴിഞ്ഞ് ഖബറടക്കത്തിലേക്ക് കടക്കുകയാണ്. 4 പേർക്കും ഒരുമിച്ച് തൊട്ടടുത്ത കുഴികളിൽ ഒരുമിച്ചാണ് ഖബറടക്കം. അതും അപൂർവതയാണ്, സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല. അവരുടെ സൗഹൃദം പോലെ തന്നെ അവരുടെ അന്ത്യയാത്രയും ഒരുമിച്ചാണ്. ഞാൻ നോക്കണ്ടേ കേർക്ക് പറഞ്ഞായിക്കോളി രാവിലെ സെന്ററിൽ ചോട്ടുള്ള പാട്ട് വരണ്ട
ഒരു കല്ലടിക്കും അതല്ല അത് മാറ്റി കഴിഞ്ഞോ ആ കല്ലടിക്ക് കല്ല് സ്ലാബ് എങ്ങനെ വേണമെങ്കിൽ തന്നോളൂ മാറിക്കോട്ടെ ഈ അതിൽ വേണ്ട കാര്യം ചപ്പടത്തോളി ദേശത്തിലൊക്കെ വലിച്ചാട്ട് അപ്പുറത്തും പൊട്ടിക്കാൻ പഠിക്കാൻ